നിങ്ങൾ എന്തോന്നായിരുന്നു നോക്കി നിൽക്കണത്? ഒന്ന് വേഗം വന്നങ്ങ് പിരിച്ചൂട്. ദാ വരണമ്മ. കുട്ടികൾക്കൊക്കെ വിശക്കണുണ്ടാകും. ഓർക്കൊക്കെ ചോറ് കൊടുക്കേണ്ടതല്ലേ? ദാ അമ്മ, ഞങ്ങൾ ഇപ്പൊ വിളമ്പാം. വാടി കമലേ, നമുക്ക് ആ ചോറൊക്കെ ഇങ്ങോട്ടേക്ക് എടുക്കാം. ഹൈ, ഇതിങ്ങൾ ഒരുക്കം കഴിയുമ്പോഴത്തേക്ക് പെരുന്നാളങ്ങ് കഴിഞ്ഞു പോകുമെന്നാ നമുക്ക് തോന്നുന്നത്. എന്റെ പാത്തുമ്മ, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ചോറൊക്കെ കഴിക്കുന്ന സമയമാകുന്നില്ലേ ഉള്ളൂ. ഈ ഉമ്മക്ക് എപ്പോഴും ടെൻഷനാണ്. എന്തെങ്കിലും പരിപാടി വന്നാൽ തുടങ്ങും ഉമ്മാരെ ടെൻഷൻ. പിന്നെ നമ്മൾ ഓരോക്കെ വിളിച്ചു വരുത്തിയിട്ട് സമയത്തിന് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിലേ അതിന്റെ കുറച്ചില് ഞമ്മക്കല്ലേ. അത് ശരി. അപ്പൊ പാത്തുമ്മ, നിങ്ങൾ നമ്മളെ വിരുന്നുകാരാക്കിയിട്ടുള്ളതല്ലേ? അതുകൊണ്ടല്ലടി കമലേ, അതല്ലല്ലോ അതിന്റെ ഒരു മര്യാദ. എന്റെ ഉമ്മ, അതിന് സമയം ഒട്ടും വൈകിട്ടില്ലല്ലോ. ചോറ് കഴിക്കാൻ സമയമാവുന്നേ ഉള്ളൂ. ആ, ഇപ്പൊ സമയം വൈകിട്ടില്ല. പക്ഷേ നിങ്ങളെ ചോറും പിടിച്ചു നിന്നാലേ ചിലപ്പോ സമയം വൈകും. ആ മതി മതി, നിന്ന് ചിരിക്കാതെ. നിങ്ങൾ വേഗം അങ്ങ് വിളമ്പിക്കോ. ഞാൻ പിള്ളേരെ വിളിക്കട്ടെ. കുട്ടികളെ, നിങ്ങളൊക്കെ എവിടെയുള്ളത്? ഒന്ന് വേഗം വരി, ചോറ് കഴിക്കണ്ടേ? അവരൊക്കെ അങ്ങ് ഉസ്മാന്റെ അടുത്ത് ഉണ്ടാകാം. അല്ലടി, അതെന്താ ഓന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? ഒരുക്കമൊക്കെ നേരത്തെ കഴിഞ്ഞിനി. പക്ഷെ അവരൊക്കെ റൂമിൽ നിന്ന് സൊറ പറയാനുണ്ടാകും. ആ, സൊറ പറഞ്ഞോട്ടെ. ഓരൊക്കെ ഇഷ്ടം പോലെ സൊറ പറഞ്ഞോട്ടെ. പക്ഷെ ചോറ് കഴിച്ചിട്ടായിക്കോട്ടെ ഓരോ സൊറ പറച്ചില്. അതെന്താ ഒരൊറ്റ നിന്റെ ചെവിയും കേൾക്കണില്ലേ? കുട്ടികളെ, നിങ്ങളെയാ വിളിക്കണത്. ദാ വരണ പാത്തുമ്മ. ഓരിഞ്ഞു വന്നോളും എന്റെ ഉമ്മച്ചിയെ. നിങ്ങളിങ്ങനെ തിരക്കാക്കാതെ. സൈനമ്മ, നിങ്ങൾ നമ്മളെ വന്നിട്ട് കണ്ടില്ലല്ലോ. ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക് മക്കളെ. അല്ല കുട്ടികളെ, ഇത് ഏടിയാത് ഇത്രയും സമയം? നിങ്ങൾക്ക് സൈനമ്മന്റെ അടുത്തൊക്കെ വരാൻ നേരമുണ്ടോ? ഞങ്ങളെ ഉസ്മാന്റെ അടുത്തായിരുന്നു. സൈനമ്മ, നിങ്ങൾ എന്താ നമ്മളെ ഡ്രസ്സ് കണ്ടിട്ടൊന്നും പറയാത്തത്? പൊളിച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ ഡ്രസ്സ്. 3 പേർക്കും ഒരുപോലത്തെ ഡ്രസ്സ് തന്നെ കിട്ടിയല്ലോ. ഇത് ഞങ്ങൾക്ക് 3 പേർക്കും ഒരേപോലത്തെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തു തന്നതാണ്. ആണോ? എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ. അതൊക്കെ പോട്ടെ, ഓനയുടെ ഉസ്മാൻ. ആ ബലാലിന്റെ ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? അവൻ വരുന്നുണ്ട് പാത്തുമ്മ. ആ, ഓനോന്റെ സൗകര്യം പോലെ വന്ന് ഭക്ഷണം കഴിച്ചോട്ടെ. നിങ്ങൾ എന്തായാലും ഇരുന്ന് കഴിച്ച കുട്ടിയോളെ. ശരിയാ, വെറുതെ അവനെയും കാത്ത് സമയം കളയണ്ട. നിങ്ങൾ ഇരുന്നോ. ആ, മര്യാദയ്ക്ക് ഇരുന്ന് വേണ്ടത്ര കഴിച്ചോ. ഇനിയിപ്പോ തിരിച്ച് വീട്ടിലെത്തിയിട്ട് സൈനമാന്റെ ചോറ് മതിയായിട്ടില്ല, സൈനമാന്റെ ചോറ് മതിയായിട്ടില്ല എന്ന് പറയണ്ട. അതെ അതെ, ഇവിടുന്ന് തന്നെ വേണ്ടത്ര കഴിച്ചോളി. നിനക്കറിയാമോ നിന്റെ ഭക്ഷണത്തിന് ഈ പിള്ളേർക്കൊക്കെ എന്ത് ഇഷ്ടാണെന്നോ? ഞങ്ങൾ എന്തൊക്കെ വെച്ച് കൊടുത്താലും അവർ പറയും നീ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ രുചിയൊന്നും വന്നില്ല എന്ന്. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയാലേ സൈനമ വെക്കുന്നതിന്റെ അകലത്ത് പോലും എത്തില്ല. ആ, അതുകൊണ്ടാ പറഞ്ഞത് ഇവിടുന്ന് തന്നെ വയറ് നിറച്ച് കഴിച്ചോ എന്ന്. ഓരിക്ക് വേണ്ടതൊക്കെ അവർ തിന്നോട്ടെ. അത് ശരി, ഇതെന്താ ഇപ്പൊ കഥ? നമ്മളെ കൂട്ടാണ്ട് ഒരു തീറ്റി തുടങ്ങിയോ? അല്ലട സീതാനെ, ഇജ്ജ് ദേടി ഉണ്ടായിരുന്നത്. എത്ര സമയമായി നമ്മൾ ഇരുന്ന് തൊള്ള തുറക്കണേ? അന്റെ ചെവി എന്താ പൊട്ടിപ്പോയോ? അല്ല ഉസ്മാനെ, നിന്റെ പെരുന്നാ കോടി എടുത്തു. നീ എന്താ പഴയ ഡ്രസ്സ് വിട്ടിട്ട്? അന്നോടായി ചോദിക്കുന്നത്. ഏടാ, നിന്റെ പെരുന്നാ കോടി എടുത്തൂന്ന്. നീ എന്താ ഒന്നും മുണ്ടാതെ നിൽക്കുന്നത്? ഞമ്മക്ക് പെരുന്നാക്കോടി വേണ്ട, ഞമ്മക്ക് ഈ ഡ്രസ്സ് തന്നെ മതി. പെരുന്നാക്കോടി വേണ്ടെന്നോ? ഉസ്മാനെ, ഇതെന്ത് പറ്റി നിനക്ക്? ആകെ മുഖമൊക്കെ വിഷമത്തിലാണല്ലോ ഉള്ളത്. ഞമ്മക്കൊന്നും പറ്റിയിട്ടില്ല. ഞമ്മക്ക് ഇതിൽ ചോറ് തരുവോ? പിന്നെ ചോറ് തരാണ്ട്? ചോറ് തിന്നാനല്ലേ അന്നെ ഇത്ര നേരം നമ്മൾ വിളിച്ചത്? അതിനു മുന്നേ നീ കാര്യം പറ. എന്റെ ഡ്രസ്സ് എടുത്തു. നീ എന്തിനാ ഡ്രസ്സ് കഴിച്ചിട്ടത്? അതൊന്നുമില്ല, ഞമ്മക്ക് ചൂടെടുത്തിട്ട് കഴിച്ചിട്ടതാ. എടാ, നിന്നോട് നമ്മൾ ആ ഡ്രസ്സ് എടുക്കുമ്പോൾ 100 പ്രാവശ്യം പറഞ്ഞില്ലേ ആ ഡ്രസ്സ് എടുക്കണ്ട 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 എന്ന്? മര്യാദയ്ക്ക് ഓനോട് ഞാൻ ട്രൗസറും കുപ്പായം എടുക്കാൻ പറഞ്ഞതാ. അപ്പൊ ഓനിക്ക് അതൊന്നും വേണ്ട. ഓനിക്ക് ഇപ്പോഴത്തെ ഫാഷൻ വേണം പോലും, ഫാഷൻ. എന്നിട്ട് ഇപ്പൊ എന്തായി? അതിതാണ്ടായില്ലേ? സാരയില്ല സൈന, പുറത്തൊക്കെ നല്ല ചൂടല്ലേ, അതുകൊണ്ടായിരിക്കും അവർക്ക് ഇടാൻ പറ്റാത്തത്. ഒക്കെ സാരയില്ലെന്ന് വെച്ചിട്ട് അവന്റെ കുറുമ്പ് ഇങ്ങനെ കൂടണത്. ഇങ്ങനെ നമുക്ക് ഇത്തിരി ചോറ് തരുവോ? ചോറല്ലേ വിളമ്പ് വെച്ചിരിക്കണത്. ഓരോ കൂടെ പോയി ഇരുന്ന് നീയും കഴിച്ചോ. എന്നാ അങ്ങോട്ട് മാറി നിൽക്ക്, നമ്മൾ ആ ചോറെങ്കിലും തിന്നട്ടെ. എടാ ഉസ്മാനെ, നീ എന്റെ ഡ്രസ്സ് കഴിച്ചിട്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ, മനസ്സിലായെങ്കിൽ കണക്കായി പോയി. മുണ്ടാതിരുന്ന് വേണമെങ്കിൽ തിന്നണ്ടി ഇവളെ. എന്തോന്നാടാ നീ ഇരുന്നിടത്ത് നിന്ന് പിറവിറക്കണത്? അല്ലോ, ഒന്നുമില്ല എന്റെ ഉമ്മച്ചിയെ. പാത്തുമ്മ, നിങ്ങൾ കരീസ കുട്ടിക്ക് ബിരിയാണിയൊക്കെ കൊടുത്തോ? പിന്നെന്താ, ഓക്ക് ഞമ്മളെ ഓള ബിരിയാണിയും ഓള മന്തിയൊക്കെ കൊടുത്തു. അതിന് പാത്തുമ്മ കരീസ കുട്ടി അതൊക്കെ കഴിക്കോ?
അതൊന്നും അവള് കഴിക്കില്ല. പക്ഷെ ഓളെ മന്തിയും ബിരിയാണി എന്ന് വെച്ചാ നല്ല ചൂട് കാടി വെള്ളവും നല്ല ഉണക്കപ്പുല്ലും അതൊക്കെയാ. സൈന, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ആ അത് ശരി, എവിടെ പോന്ന കാര്യങ്ങൾ ഈ പറയണത്? അതെന്താടി, ഞങ്ങൾക്കൊരു പൊരയും കുടിയൊക്കെ ഇല്ലേ, അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം തന്നെ. ആ വേണ്ട വേണ്ട, ഇപ്പൊ നിങ്ങൾ എവിടെയും പോണ്ട. അയ്യോ പോകാതെയോ, പോകണ്ട പിന്നെ. അതെ, ഇപ്പൊ നിങ്ങൾ എവിടെയും പോണ്ട, പോകണമെങ്കിൽ രാത്രി പോകാം. ഞങ്ങൾ രാവിലെ അങ്ങ് വന്നതല്ലേ, ഇനിയും പോകാതെ എങ്ങനെയാ? അത് ശരി, അതിന് ധന്യരുടെ പൊരയൊന്നുമല്ലല്ലോ, നിങ്ങളുടെയും കൂടെ പൊരയല്ലേ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എവിടെയും പോണ്ട. അത് മാത്രല്ല, ഉസ്മാനുണ്ട് കുറെ കമ്പിത്തിരിയും ലാത്തിരിയും പൂത്തിരിയും ഒക്കെ വാങ്ങിച്ചിട്ട്, നമുക്ക് അതൊക്കെ പൊട്ടിക്കണ്ടേ? സത്യമാണോ പാത്തുമ്മ? പിന്നല്ലാതെ എന്തൊക്കെയോ സാധനങ്ങൾ അവൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വയ്യ പോകാം. ഹായ്, ജോലി ആയിരിക്കും. കണക്കായി. പറക്കെന്ന് കേട്ടാ പിന്നെ പിള്ളേരെ കൂടെ വരത്തേ ഇല്ല. അല്ലെങ്കിലും അതൊന്നും പൊട്ടിക്കാതെ അവരെ നിങ്ങളെ കൂടെ ഞാൻ വിടത്തുമില്ല. എടാ ഉസ്മാനെ, നീ ആ പടക്കങ്ങളൊക്കെ ഇങ്ങ് എടുത്തോ, നമുക്ക് ഇപ്പൊ തന്നെ പൊട്ടിക്കാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടേ പടക്കമൊക്കെ നമ്മളിപ്പോ പൊട്ടിക്കും. പക്ഷെ നിങ്ങൾ രാത്രി പോയാൽ മതി കേട്ടോ. ശരി പാത്തുമ്മ. ആ പടക്കമെത്തി, എല്ലാരും റെഡി ആയിക്കോളി പൊട്ടിക്കാൻ. നോക്കി നിൽക്കാതെ അങ്ങോട്ടേക്ക് വെച്ച് പൊട്ടിക്കടാ. ഇപ്പൊ ശരിയാക്കി തരാം. ഹായ്, എന്ത് രസാ കാണാൻ. അതെ അതെ, സൂപ്പർ ആയിട്ടുണ്ട്. എടാ ഉസ്മാനെ, പൊളിച്ചോട്ടാ ഇത്. ഇതിലും വലിയ ലൈറ്റ് ഉണ്ടടി എന്റെ അടുത്ത്. അതെന്താടാ? എന്റെ കയ്യില് ഗുണ്ടുണ്ട്, ഗുണ്ട്. ഇത് കത്തി തീർന്നിട്ട് നമുക്കത് പൊട്ടിക്കാം. കത്തി തീർന്നോ? തീരുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കഴിഞ്ഞോടാ എന്റെ പടക്കം? ഇനിയുണ്ടോ? ഇനിയൊരു സാധനം കൂടെ ഉണ്ട് വല്യമ്മച്ചി. ആ എന്നാ വേഗം എടുത്ത് കത്തിക്ക്, അതും കൂടെ കാണാലോ. ഇത് കത്തിക്കാനുള്ളതല്ല, പൊട്ടിക്കാനുള്ളതാ. ഇപ്പൊ ശരിയാക്കി തരാം ഞമ്മള്. കണ്ടോളി കണ്ടോളി. അല്ലോ, നമ്മളെ കദീസ കുട്ടി പോയേ. ഓന്റെ ഒരു ഗുണ്ട് വന്നിട്ട് എനിക്ക് നമ്മള് കാണിച്ചു തരുന്നുണ്ട് ഹംകെ.